ഹായ്. നമുക്കിന്ന് തേർഡ് ഐ ചക്രയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതിൻ്റെ എങ്ങനെയാണ് തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആയാൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ബ്ലോക്കിൻ്റെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ. ഈ തേർഡ് ഐ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂഷൻ ചക്ര എന്നും കൂടി അതിന് പേരുണ്ട്. അതായത് നമുക്ക് ഇൻഡ്യൂഷൻസ്, അതായത് കുറച്ച് നമുക്കിപ്പോൾ ഒരു ചെറിയ മുന്നോട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് മുൻകൂട്ടി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില റീസൺസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നുണ്ടെങ്കിലൊക്കെ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ്സ് ഒക്കെ മുന്നേ നമുക്ക് ചെറിയൊരു ഇൻഡ്യൂഷൻ പോലെ വരാറുണ്ട്. ഇപ്പോൾ ഒന്ന് വീഴുന്നതിന് മുന്നേ ഒക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ വേറെ പല കാര്യങ്ങളുമായിട്ട് ബോധേഡാണ്. നമുക്കിപ്പം 3D ലെവലിലുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ഹെവിലി ബോധേഡ് ആയതുകൊണ്ടാണ് നമുക്കതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ ഈ 1-2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഒരു ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്ന ടൈമല്ല 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ ഇൻഡ്യൂഷൻ ചക്ര ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചുറ്റും കാണുന്ന 3D ലെവലിലുള്ള കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റം വന്ന് ഒരു ഒരു 10-30 സെക്കൻഡോ അല്ലെങ്കിൽ മിനിമം ഒരു 10 സെക്കൻഡ് മുന്നെങ്കിലും നമുക്ക് ഈ അപകടത്തിനെക്കുറിച്ച് ചെറിയൊരു ഇൻഡ്യൂഷൻ കിട്ടുവാണെങ്കിൽ, ഞാൻ കംപ്ലീറ്റ്ലി നേരത്തെ പറയുന്നതല്ല, ബട്ട് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചയൊക്കെ വരുന്നതിന് മുന്നേ ചെറിയൊരു ഇങ്ങനെ വരാം അല്ലേ, അപകടം മനസ്സിലായി നമ്മളൊന്ന് പേടിക്കും. അതിന് ശേഷമാണ് നമ്മൾ വീഴുന്നത്. അത് ആ 2 സെക്കൻഡ് എന്നുള്ളൊരു 10 സെക്കൻഡ് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കെയർഫുൾ ആവാമല്ലോ അല്ലേ. ഒരു 5 സെക്കൻഡ് ആയാൽ പോലും പിന്നെയും കെയർഫുൾ ആവാം. പക്ഷേ 2 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം വളരെ കുറഞ്ഞ ടൈമായി പോകും. അപ്പോൾ അതിനുള്ള ബേസിക് കാരണം നമ്മൾ ഡൈവേർട്ടഡ് ആണ്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ശ്രദ്ധ മുഴുവൻ വേറെ പുറമേയുള്ള പല കാര്യങ്ങളിൽ, ഒരു ഭംഗിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ബോധേഡായിട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പറ്റുന്നത് അല്ലേ. ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ നമ്മുടെ നാക്കോ അല്ലെങ്കിൽ കവിളോ ഒക്കെ കടിച്ചു പോകാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ശ്രദ്ധ നമ്മൾ മാറിപ്പോകുന്നു. ഭക്ഷണത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറി വർത്തമാനത്തിലോ ചുറ്റിനുള്ള എന്തെങ്കിലും കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ പലതിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലോക്കേജാണ്, നമ്മുടെ തേർഡ് ഐ ചക്ര ബ്ലോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് വേറെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെയായി മാറുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ തേർഡ് ഐ ചക്ര നല്ല രീതിയിൽ ബ്ലോക്കേജ് മാറി നല്ല രീതിക്ക് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. എല്ലാ ആക്ഷൻസും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. നമ്മളൊരു ആക്ഷൻ എടുക്കുന്ന അത് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഫൈറ്റ് നടക്കുന്നു, 2 പേര് തമ്മിൽ അടി നടക്കുന്നു, അതിൻ്റെ ഇടയിൽ പോയി വീണോ വേണ്ടിയോ, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് നമ്മളെ തല്ലാൻ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയില്ലേ, ഒന്ന് പോസ് ചെയ്ത് അടുത്ത് സംസാരിക്കുക. പിന്നെ ഒരാളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ അയാളുടെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യാനുള്ള ടൈമിങ് നമുക്ക് ഈ തേർഡ് ഐ ചക്ര ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് എവിടെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഡീല് ചെയ്യണം എന്നുള്ള ഒരു വകതിരിവ് എന്നൊക്കെ പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വകതിരിവ് എന്ന് പറയും. അതൊക്കെ ക്ലിയറായിട്ട് കിട്ടുന്നത് ഈ തേർഡ് ഐ ചക്ര ഓപ്പൺ ആയി കിടക്കുമ്പോഴും ആക്റ്റീവായി കിടക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്കേജസ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ ചാടി വീഴും അല്ലേ. ഒരു അപകടത്തിലേക്ക് പോകാനുള്ള കാര്യത്തിൽ നമ്മൾ ചാടി വീഴും. ഒരു വാക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും, പെട്ടെന്ന് പോയി ഇപ്പം ആ വാക്കുകൾ നമ്മൾ പറയില്ലേ ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ. അതായത് വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാണ്ട് ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്ന സ്വഭാവം, അല്ലെങ്കിൽ ഒരാളെ തല്ലുമ്പോൾ അതിന് അയാൾക്ക് എന്തെങ്കിലും ശാരീരിക അപകടം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കാണ്ട് എടുത്തു ചാടുന്ന ആ സ്വഭാവങ്ങളൊക്കെയാണ് ശരിയായിട്ട് ഇത് പ്രശ്നം. പിന്നെ എന്തെങ്കിലും ഒരു ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ഒരാളെ അറിയാണ്ട് ഒരു ചീത്ത വിളിച്ചു പോയി, അയാൾ അതിൻ്റെ പേരിൽ കയറി ദേഷ്യം വന്ന് പിന്നീട് എന്ത് പറ്റും, അത് വലിയൊരു ഇഷ്യൂ ആയി മാറി, ചിലപ്പം അതൊരു വലിയൊരു ഫൈറ്റായി മാറി നമ്മളെ ജീവിതം തന്നെ മാറി മറയുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ 1-2 സെക്കൻഡുള്ള നമ്മുടെ ആ ചിന്താ കുഴപ്പം കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ തേർഡ് ഐ ചക്രേൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ തേർഡ് ഐ ചക്ര എപ്പോഴും നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് വെക്കുക, ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് വേണ്ടത് എന്താണെന്ന് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അപ്പോൾ അതിൻ്റെ ബീജമന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ മെഡിറ്റേഷൻസ് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കുഴപ്പക്കാരായിട്ട് ബാക്കിയുള്ള ചക്രേനേക്കാളും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ചക്ര ആക്റ്റീവ് ആക്കാൻ, തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ആവും. പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ പോലും ശ്രദ്ധിക്കാനോ അത് ചെയ്യാനോ ഈ പറയുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ചക്രാസ് ശ്രദ്ധിച്ച് അതിനുശേഷം നമുക്ക് ക്ഷമയും കാര്യങ്ങളും, ഇപ്പോൾ റൂട്ട് ചക്ര എന്ന് പറയുന്ന ചക്ര നമ്മൾ ആക്റ്റീവായ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ഷമയും എല്ലാം കിട്ടും. അതിനുശേഷം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുശേഷം തേർഡ് ഐ ചക്ര ശ്രദ്ധിക്കുക. വളരെയധികം വ്യത്യാസം നമുക്ക് ജീവിതത്തിൽ വരും. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കി നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തരും, അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മളിനി തേർഡ് ഐ ചക്രയിലേക്ക് കിടക്കുകയാണ്. ഇൻഡ്യൂഷൻ്റെ മെയിനായിട്ടുള്ള 2 പുരികങ്ങൾക്കിടയിലും ഉള്ള ഒരു ചക്രയാണ് തേർഡ് ഐ ചക്ര. വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ചക്രയാണ്. നമ്മുടെ ഇൻഡ്യൂഷൻ വർക്കാവുന്നതിനൊക്കെ കാരണമായിട്ടുള്ളൊരു ചക്രയാണ്. ആം എന്ന മന്ത്രം
ബീജമന്ത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.